സർക്കാർ പരിപാടിയിൽ പാർട്ടി ചിഹ്നമോ അത്തരത്തിൽ അവർ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന എന്തെങ്കിലും തരം ഐഡന്റിറ്റി അവിടെ കൊണ്ടുവരുന്നതിനെ ബി.ജെ.പിക്കാരാണെങ്കിൽ സമ്മതിക്കുമോ? എന്തിനാണ് രാജ്ഭവനിൽ ഈ ചിത്രം ഉപയോഗിച്ച് വാശി പിടിക്കുന്നതെന്ന് നിങ്ങൾ ഗവർണറോട് ചോദിക്കണം. അത് ബി.ജെ.പിക്കാരനായി എന്നോട് ചോദിച്ചിട്ട് കഥയില്ല. കാരണം ഗവർണറെ അപ്പോയിന്റ് ചെയ്തത് ബി.ജെ.പി അല്ല, ഇന്ത്യയുടെ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്, ശ്രീമതി ദ്രൗപദി മുർമുവാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കടുംപിടുത്തം കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ രാജേന്ദ്ര അർലേക്കറോട് ചോദിക്കാം. ആർക്കും ആ രാജ്ഭവനിൽ കടന്നിയെല്ലാം ആർക്കും അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ നിങ്ങൾ അവസാനത്തെ ഭാഗത്തിൻ്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത്തരം സർക്കാർ പരിപാടികളിൽ ഇത് ചെയ്യുന്നത് ബി.ജെ.പി അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഇത് RSSന്റെ ചിഹ്നം ഒളിച്ചു കടത്തുകയാണ്. അതായത് ശ്രീമതി ലക്ഷ്മി പത്മ, നിങ്ങൾ എന്തിനാണ് ഈ ഒളിച്ചു കടത്തുന്നത്? RSS ഈ രാജ്യം ഭരിക്കുന്ന സംഘടനയാണ് സർ. RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട RSSകാരനായ RSS വളർത്താൻ വേണ്ടി നിങ്ങൾ ഈ പറയുന്ന RSSനെ നിങ്ങൾ വലിയ വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണെന്നാണല്ലോ പറയുന്നത്. അതേ വർഗീയ ഫാസിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രചാരകനാണ് ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒളിച്ചു കടത്തുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ RSSകാരൻ. അതേ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് RSS അമ്പലങ്ങളിൽ വിപ്ലവഗാനം ആലപിച്ചപ്പോൾ ഗണഗീതം ആലപിച്ചപ്പോഴുണ്ടായ വിമർശനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇത് അതുപോലെയല്ല അല്ല ലക്ഷ്മി, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു തന്നത്. ഇത് രാജ്ഭവനിൽ വേണമോ, അതാ ഞാൻ അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. രാജ്ഭവനിൽ വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഗവർണറുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇത് ഗവർണറുടെ പ്രൊറോഗേറ്റീവ് ആണ്. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കൂ. രാജ്ഭവനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഗവർണറുടെ മാത്രം പ്രൊറോഗേറ്റീവ് ആണ്. അതിന് ക്യാബിനറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തിറങ്ങി നിന്ന് ഇങ്ങനെ രോധിക്കാനേ പറ്റുകയുള്ളൂ. നമുക്കൊക്കെ അതേ പറ്റൂ. രാജ്ഭവനിൽ എന്ത് നടത്തണമെന്ന് ഗവർണറുടെ പ്രൊറോഗേറ്റീവ് ആണ്. അത് അവിടെ നടക്കട്ടെ. നമ്മുടെ ചോദ്യം, നിങ്ങൾ മറ്റു ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു വന്ന കാര്യം, അതായത് ഇത്തരം ഒരു പരിപാടിയിൽ അങ്ങനെ ഒളിച്ചു കടത്തേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിയായാലും MLA ആയാലും മുഖ്യമന്ത്രിയായാലും വിവരക്കേട് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ജനങ്ങളുടെ വോട്ട് കിട്ടി വിജയിച്ചു, അതുകൊണ്ട് സർവജ്ഞനാകില്ലല്ലോ. ഈ രാഷ്ട്രത്തെ പറ്റി അദ്ദേഹത്തിന് എന്തറിയാം? ആദ്യം ഈ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുക. അതാ ഞാൻ പറയുന്നത്, RSSന്റെ കൊടിയാണെന്ന് മന്ത്രി പ്രസാദിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. RSS ഉണ്ടായത് എന്നാണെന്ന് ശ്രീമതി ലക്ഷ്മി പത്മയ്ക്ക് അറിയുമോ? RSS ഉണ്ടായത് 1925 മാത്രമാണ്. RSS ഉണ്ടാകുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ രാഷ്ട്രത്തിന്റെ കൊടിയായിരുന്നു അത്. നിങ്ങളാണ് ഉപയോഗിക്കാതെ